വിവാദം അവസാനിക്കുന്നില്ല. പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. നോക്കാം വിശദമായി. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. ആ ഭീമൻ വരുന്ന ആളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്രത്തിന് പിന്നിൽ പ്രമുഖ കോൺഗ്രസ് നേതാവെന്ന് സൂചിപ്പിച്ച് മുൻ സ്റ്റാഫ് അംഗം. ആരോഗ്യം പെട്ടെന്ന് മോശമായത് കൂടോത്രം കാരണമെന്ന് സുധാകരൻ വിശ്വസിച്ചിരുന്നുവെന്നും വിപിൻ മോഹൻ ന്യൂസ് 18 പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. കൂടോത്ര വിവാദത്തിൽ നാണം കെട്ട് കോൺഗ്രസ്. മൗനം തുടർന്ന നേതൃത്വം. പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ്. കൂടോത്രത്തിന് പോയാൽ മന്ത്രവാദിക്ക് ഗുണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹാസം തുറന്നടിച്ച് അബിൻ വർക്കി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കാത്ത വിഷയങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. പുറത്തുവരുന്നത് സർക്കാർ 4 വർഷം പൂഴ്ത്തിവെച്ച വിവരങ്ങൾ. പഠിച്ച ശേഷം എന്തൊക്കെ പുറത്തുവിടണമെന്ന് തീരുമാനിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് WCC. നീറ്റ് UG കൌൺസിലിംഗ് മാറ്റിവെച്ചു. പുതിയ തീയതി കോടതി വിധി പ്രകാരം തീരുമാനിക്കും. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് മറ്റന്നാൾ. കേന്ദ്ര സർക്കാർ വിഷയം വഷളാക്കുന്നുവെന്ന് കോൺഗ്രസ്. ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. കരസേനാ ജവാന് വീരമൃത്യു. ഏറ്റുമുട്ടൽ തുടരുന്നു. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിൽ ചേർത്തതിൽ വെട്ടിലായി CPM. ശരത്ചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന്. നിലവിൽ കേസില്ലെന്ന് വാദം. ഇതാണോ CPMന്റെ തിരുത്തലെന്ന് പരിഹസിച്ച് സുരേന്ദ്രൻ. തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കത്തിൽ BJP പ്രതിഷേധം. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്നു. 5 ദിവസത്തിനിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 55,830 പേർ. ഇന്നലെ മാത്രം 11,438 പേർ ചികിത്സ തേടി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വിടവാങ്ങൽ യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണ്ണീർ. പോർച്ചുഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിൽ. ഷൂട്ടൌട്ടിൽ ഡിയേഗോ കോസ്റ്റയ്ക്കും പോർച്ചുഗലിനെ രക്ഷിക്കാനായില്ല. വാർത്തകളിലേക്ക് വിശദമായി. കൂടോത്ര വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തത് പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ. കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് ദൃക്സാക്ഷിയായ വിപിൻ മോഹനാണ് വിവാദ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിശോധന നടത്തിയിട്ടും സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയില്ല. വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിലാണ് നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യനെ വിളിച്ചു വരുത്തിയത്. കൂടോത്രം കുഴിച്ചെടുത്തത് കന്നിമൂലയിലെ 3 അടി താഴ്ചയിൽ നിന്നെന്നും സുധാകരന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ന്യൂസ് 18 വെളിപ്പെടുത്തി. സുധാകരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല കോണിൽ നിന്നും പലരും പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ആചാര്യനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ട് ഇത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോമ്പസും വേറൊരു മെഷീനും ഉണ്ടായിരുന്നു. അത് പുള്ളി മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ. ഇതാരവിടെ ചെയ്തു,
ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വീണ്ടും ആചാര്യനായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട്, തിരുവനന്തപുരത്തും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു. അന്നേ ദിവസം തന്നെ KPC ഓഫീസിൽ ദിവസം തന്നെയായിരുന്നു അത്, സെയിം ഡേ ആയിരുന്നു. അന്ന് വൈകിട്ട് അല്ല, ഒരു ദിവസം വൈകിട്ടാണ്, രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് എടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു KPC ഓഫീസിൽ. അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂല്യകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി KPC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭീമൻ ആരാണ് എന്നാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നത്. ആ ഭീമൻ വരുന്ന ആളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. KPCC അധ്യക്ഷൻ K. സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മൗനം തുടരുന്നതിനിടയിലാണ് K. സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗവും അദ്ദേഹത്തോട് ഒപ്പം ഈ കൂടോത്രം നടാലിലെ വസതിയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ദൃക്സാക്ഷിയുമായ വിപിൻ മോഹൻ ന്യൂസ് 8നോട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിന് വേണ്ടി K. സുധാകരനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുയായിയായി കൂടെ നടന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് വിപിൻ മോഹൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആരാണ് ഈ പ്രമുഖൻ എന്ന് ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ ആവില്ല. കൂടുതൽ തെളിവുകൾ വരാനുണ്ട്, അതിനുശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ പറയൂ എന്നാണ് വിപിൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സംസ്ഥാന കോൺഗ്രസിൽ ഇതുണ്ടാക്കുന്ന ചലനം ചെറുതായിരിക്കില്ല. KPCC അധ്യക്ഷനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത്തരമൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്ന വലിയ ചോദ്യം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടപ്പോൾ മുതൽ എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉയർന്നു കേൾക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അതിന് നൽകിയിരുന്ന മറുപടി കോൺഗ്രസ് നേതാക്കളാരും KPCC അധ്യക്ഷനെതിരായി അങ്ങനെ ചെയ്യില്ല, അത് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്ന ലാഘവബുദ്ധിയോടെ പറഞ്ഞ് തിരിച്ചൊഴിയുകയായിരുന്നു നേതാക്കൾ. അതിനിടയിലാണ് നിർണായകമായ വെളിപ്പെടുത്തലുമായി അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിപിൻ മോഹൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെയൊരു പരാതി KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡ് നേതൃത്വത്തിനും കൈമാറിയാൽ തുടർന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന തരത്തിൽ ഈ കൂടോത്ര വിവാദത്തെ ഇനി അങ്ങ് മാറ്റിമറിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കോൺഗ്രസിനെ നാണം കെടുത്തിയ കൂടോത്ര വിവാദത്തിൽ നേതാക്കൾ മൌനം തുടരുമ്പോൾ പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. കൂടോത്രത്തിന് പോയാൽ മന്ത്രവാദിക്കാണ് ഗുണം, ബൂത്തിൽ പോയാൽ പാർട്ടിക്ക് ഗുണം. പഴയ കൂടോത്രമാണെങ്കിൽ നല്ലതാണെന്നും K. സുധാകരന്റെ ഭൂരിപക്ഷം കൂടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. CPM-നെതിരെയും വിമർശനം ഉന്നയിച്ചു. CPM-ൽ ശത്രു സംഹാരമാണ് നടക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കൂടോത്രം ചെയ്യുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും കൂടോത്രം നിർത്തി ബൂത്തിൽ പ്രവർത്തിക്കണമെന്നും അബിൻ വർക്കിയും ആവശ്യപ്പെട്ടു. തന്റെ പ്രസ്താവന KPCC അധ്യക്ഷനെതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട്, ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം. പാർട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന, പാർട്ടിക്കെന്നല്ല, എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ്? മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബൂത്തിലേക്ക് പോവുക. പിന്നെ മാത്രമല്ല, എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത്, ഇനിയിപ്പോൾ 1 വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ K. സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. ഇപ്പൊ കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, യാഥാർത്ഥ്യം അതാണ്. കാരണം എന്താ, സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇപ്പൊ ഞാന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂടോത്രം വെക്കാൻ തീരുമാനിക്കുക. അപ്പൊ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള്, ജനന തീയതി, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം. ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രമാക്കണം. അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർ കുറെ സാധനങ്ങൾ തരുമല്ലോ, അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിലിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് CCTV മറിച്ച് ഞാൻ കുഴിച്ചിടണം. അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എന്ന് ആലോചിച്ചേ. അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം MP ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് MP-യുടെ കട്ടിലിന് താഴെ ആരും കാണാതെ കൊണ്ടുവയ്ക്കണം. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ, KPCC ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ KPCC-യിൽ ഇത്രയും CCTV മറിച്ച്, ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവയ്ക്കണം. സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. ഈ പണിയെടുത്താൽ മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തി വേണം. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ, അല്ലെങ്കിൽ ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. 2 പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്. കൂടോത്രം പരാമർശിച്ച് പൊതുമരാമത്ത് മന്ത്രി നടത്തിയ പരിഹാസത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. ഉത്തരം മുട്ടുമ്പോൾ മുഹമ്മദ് റിയാസ് കൊഞ്ഞനം കുത്തുന്നുവെന്ന് VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിൽ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. തോന്നിയതുപോലെയാണ് ദേശീയപാതയുടെ നിർമ്മാണം. മുഖ്യമന്ത്രിക്ക് പോലും വഴിമാറി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണെന്നും എന്നിട്ടും പൊതുമരാമത്ത് മന്ത്രി മാത്രം ഒന്നും അറിഞ്ഞില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അതോടൊപ്പം തന്നെ റോഡുകൾ, സംസ്ഥാനത്തെ റോഡുകൾ ആകെ തകർന്നു കിടക്കുകയാണ്. ഇപ്പൊ ഇന്നലെ മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു ചില ആളുകൾ കൂടോത്രത്തിന് വേണ്ടി റോഡ് കുഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാകുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ 90% റോഡുകൾ റെഡിയാണെന്നാണ് പറയുന്നത്. നമ്മളാരും മനുഷ്യരല്ല റോഡിൽ കൂടി നടക്കുന്നതെന്ന് തോന്നിപ്പോകും. കേരളത്തെ പ്രാകൃത യുഗത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മികളായ രാഷ്ട്രീയ മത നേതാക്കളെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. കേരള നവോത്ഥാനത്തെ അധോലോക സംസ്കാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പുരോഗമന യുവജന പ്രസ്ഥാനങ്ങൾ ആശയപ്രചാരണം സംഘടിപ്പിക്കണം. ഹിന്ദുക്കൾക്കിടയിൽ കൂടോത്രം, ക്രിസ്ത്യാനികൾക്കിടയിൽ അത്ഭുത രോഗശാന്തി, മുസ്ലിങ്ങൾക്കിടയിൽ സെഹർ തുടങ്ങിയ ദുരാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് ആധുനിക ചികിത്സ നിഷേധിക്കുന്ന വിദ്യാസമ്പന്നരും കുറവല്ല. ചില വ്യാജ പുരോഹിതരുടെ തട്ടിപ്പുകൾക്ക് ഇവർ വിധേയരാകുന്നു. ഹിംസാത്മകമായ ക്രൂരത കാട്ടുന്നവരെ ജനങ്ങൾ സാമൂഹ്യമായി ബഹിഷ്കരിക്കണമെന്നും ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു. കെ സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി ആകാനാണ് സാധ്യതയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. CPM-ഉം BJP-യും എന്തായാലും സുധാകരനെതിരെ ചെയ്യാൻ സാധ്യതയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതെ, കണ്ടു ഞാന്. സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല. വേറെ ആരാണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളത്? സുധാകരൻ എന്തായാലും CPM-മാര് കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടുമില്ല. സുധാകരനെതിരെ കൂടോത്രം വെച്ചത് സതീശന്റെ ആൾക്കാർ തന്നെയായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കാസർഗോഡ് പള്ളിക്കരയിലാണ് അപകടം. പ്രതിപക്ഷ നേതാവ് സഞ്ചരിച്ച വാഹനം മുന്നിലുള്ള പോലീസ് എസ്കോർട്ട് ജീപ്പിലിടിച്ചാണ് അപകടമുണ്ടായത്.
ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലെ മുൻവശം പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. വൈകിട്ട് 5:30ഓടെയാണ് അപകടമുണ്ടായത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടതായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം യാത്ര തുടർന്നു. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. 2019 സമർപ്പിച്ച റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുന്ന വിവരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വിവരങ്ങളും പുറത്തുവിടാനാണ് കമ്മീഷൻ നിർദ്ദേശം. കൊച്ചിയിൽ മലയാള സിനിമയിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന നീതി നിഷേധങ്ങളും അവഗണനയും ചർച്ചയിൽ കൊണ്ടുവന്നത് മലയാള സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവായിരുന്നു. അവരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ത്രീകൾ നേരിടുന്ന അവഗണനയും നീതി നിഷേധവും പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. നടി ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരും സമിതിയിൽ അംഗങ്ങളായിരുന്നു. 2017 രൂപീകരിച്ച സമിതി 2019 ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് നൽകി. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാനോ ശുപാർശകൾ നടപ്പാക്കാനോ ഇതുവരെയും സർക്കാർ തയ്യാറായിരുന്നില്ല. വിവരാവകാശ കമ്മീഷനിൽ വലിയ നിയമ പോരാട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ കമ്മീഷന്റെ സുപ്രധാന ഉത്തരവ്. അധികം വൈകാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളും കണ്ടെത്തലുകളും പുറത്തുവരും. സിനിമാ മേഖലയിലെ പല പ്രധാനികൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും നാൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാത്തതും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരാവകാശ കമ്മീഷൻ മാർഗനിർദ്ദേശം അനുസരിച്ച് ഹേമ കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ കോൺക്ലേവ് നടപ്പിലാക്കും. സിനിമാ രംഗത്തെ വിവിധ മേഖലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുമെന്നും മേഖലയിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മുന്നോട്ടുള്ള ഭാവി എന്നിവ സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അല്ല, വളരെ വ്യക്തമായി ഉത്തരവിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചു വെക്കരുത്. ഇതാണ് ഗവൺമെന്റ് നിലപാട്. ഈ റിപ്പോർട്ടിൽ പുറത്തു പറയാൻ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല. അത് വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിയമപ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇതാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് അവർ പ്രതിപാദിച്ചു. എന്നാൽ ആ പ്രതിപാദിച്ച കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞങ്ങൾ നോട്ട് ചെയ്യും. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺക്ലേവ് കേരളത്തിൽ നടത്തണം, ഒരു സിനിമാ കോൺക്ലേവ് കേരളത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായി സിനിമാ രംഗത്തെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിന്റെ മുന്നോട്ടുള്ള വളർച്ച, അതിന്റെ ഭാവി, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചർച്ചയാണ്. നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിൽ ചേർത്ത് വെട്ടിലായി പത്തനംതിട്ട CPM ഘടകം. മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും മാലയിട്ട് സ്വീകരിച്ചത്. മുൻപ് RSSലും BJPയിലും ഉണ്ടായിരുന്നപ്പോഴാണ് ശരൺ പ്രതിയായതെന്ന വിചിത്രവാദമാണ് പാർട്ടി നിരത്തുന്നത്. CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി കുമ്പഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയും മലയാളപ്പുഴ സ്വദേശിയുമായ ശരൺ ചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ് എന്നിവർ ശരൺ ചന്ദ്രനെ മാലയിട്ടും മുദ്രാവാക്യം മുഴക്കിയുമായിരുന്നു സ്വീകരണം. ഹരിത സുധീഷ്, ലാല്, ചിന്നുലാല്, സന്തോഷ് കുമാർ, റിജോ, അച്ചു, അഭിലാഷ്, ബിച്ചു, സജു, വിഷ്ണു, ആദർശ്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി. ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. മുൻപ് RSSലും BJPയിലും ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണ കേസുകളിൽ ശരൺ പ്രതിയായത്. നടക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡന്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെ ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? പോലീസ് പറയുന്നത് ജില്ലയിൽ നിന്ന് പുറത്താക്കിയ ചില വാർത്തകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. അയാൾ കാപ്പ് ചുമത്തി, അയാൾ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ? കാപ്പയല്ലേ, അതിൽ 15 15 അയാൾ ജില്ല വിട്ടു പോകേണ്ടി വരും. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രനെതിരെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്താതെ താക്കീത് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും തുടർച്ചയായി കേസുകളിൽ പ്രതിയായതോടെ ശരൺചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു.
തുടർന്ന് ജൂൺ 21 പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ CPM-ൽ ചേർന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാപ്പ കേസ് പ്രതിയെ CPM സ്വീകരിച്ചതിനെ വിമർശിച്ച് കെ സുരേന്ദ്രൻ. കുറ്റകൃത്യം ചെയ്ത ആളെ BJP മാറ്റി നിർത്തിയപ്പോൾ ആ ആളെ CPM സ്വീകരിച്ചു. സംസ്ഥാന മന്ത്രി തന്നെ സ്വീകരിച്ചു. ഇതാണോ CPM നടത്തുന്ന തെറ്റുതിരുത്തലെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങൾ അവരെ മാറ്റി നിർത്തി. ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി. ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത്? സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലൊരു അംഗം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും ഉദയഭാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത്. CPIM എങ്ങോട്ടാണ് പോകുന്നത്? BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കാപ്പ് ചുമത്താൻ നീക്കമെന്ന ആരോപണം. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തിൽ വിരളി പൂണ്ടാണ് നടപടിയെന്നാണ് BJPയുടെ ആരോപണം. ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരായ നീക്കത്തിൽ BIG ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മലപ്പുറം എടപ്പാളിൽ CITU തൊഴിലാളികളെ ഭയന്നോടി തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ന്യായീകരണവുമായി CITU ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ. CITU തൊഴിലാളികൾ എത്തിയത് അർഹതപ്പെട്ട തൊഴിൽ നഷ്ടമായോ എന്ന് അന്വേഷിക്കാൻ മാത്രമാണ്. ഭയന്നോടി അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിലെത്തിച്ചത് CITU തൊഴിലാളികൾ തന്നെയാണെന്നും MB ഫൈസൽ അവകാശപ്പെട്ടു. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ കേസിനാസ്പദമായ സംഭവം. എടപ്പാളിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇലക്ട്രിക് സാമഗ്രികൾ കൊണ്ടുവന്നിരുന്നു. ലോറിയിൽ കൊണ്ടുവന്ന ഈ സാമഗ്രികൾ അവിടുത്തെ തൊഴിലാളികൾ തന്നെ ഇറക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തു വന്ന എടപ്പാളിലെ CITU തൊഴിലാളികൾ ഇവരോട് മോശമായി പെരുമാറി, ഇവരെ അസഭ്യം പറഞ്ഞു, മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. തുടർന്ന് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഫയാസ് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണ് കാലുകൾ ഒടിഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഫയാസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് CITU തൊഴിലാളികൾ മർദ്ദിച്ചിരുന്നു, ട്യൂബ്ലൈറ്റ് ഉപയോഗിച്ച് അടിച്ചു, അസഭ്യം പറഞ്ഞു തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് CITU തൊഴിലാളികൾക്കെതിരെ ഫയാസിന്റെ മൊഴിയിൽ പോലീസിന് നൽകിയ മൊഴിയിൽ ഉള്ളത്. അതുപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയുന്ന 10ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അസഭ്യം പറയലും അതുപോലെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിനെല്ലാം ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ടാൽ അറിയുന്ന 10ഓളം പേർ എന്നാണ് FIR-ൽ പറയുന്നത്. എന്നാൽ ഈ ഒരു മൊഴിയും മറ്റ് നടപടികളൊക്കെ അംഗീകരിക്കുകയല്ല CITU-ന്റെ നേതാക്കൾ ചെയ്യുന്നത്. CITU തൊഴിലാളികൾ അവിടെ എത്തിയത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചാണ്. തൊഴിൽ നഷ്ടം വരുന്നത് അംഗീകരിക്കാനാകില്ല. അവിടെ മറ്റു തരത്തിലുള്ള കയ്യേറ്റമോ അനിഷ്ട സംഭവങ്ങളോ അക്രമമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ചുമട്ട് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ പറയുന്നത്. മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. ജോലി നഷ്ടമാവുന്നത് അംഗീകരിക്കാനാകില്ല. CITU തൊഴിലാളികൾക്ക് നൽകേണ്ട ജോലി നൽകണം. അത് ജോലി ചെയ്താൽ അതിന് കൂലിയും നൽകണം. പക്ഷെ അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് CITU നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ തൊഴില് നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ ഇവര് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് അവിടെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും. ആര് നിങ്ങളെന്താ ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോഴേക്ക് ബിൽഡിംഗ് ഓണറും കരാറുകാരനും വിളിച്ചു, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, നമ്മളിപ്പോ മുമ്പ് ഇറക്കിയവരാണ് ശേഷം ഇറക്കുന്നത്, ഇന്ന് രാവിലെയും അതിനുശേഷം ഇറക്കിയിട്ടുണ്ട്. ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിംഗ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോരാണ്. നാളെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ എന്നുള്ളത്. ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനൊരു തൊഴിലാളി വീണിട്ടുണ്ട് കാണുന്നില്ല എന്നുള്ള പറഞ്ഞപ്പോൾ ഇവര് കൂടിയാണ് തെരയുന്നത് ഇയാളെ. ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് തെരയുന്നത്. അപ്പൊ ആള് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ വീണ് കിടക്കുന്നുണ്ട്. അവർ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണെന്നും ഇതിൽ ഈ ഫയാസിന്റെ മൊഴിപ്രകാരമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാക്കാൻ കഴിയൂ എന്ന നിലപാടാണ് ചെങ്ങറോളം പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസ് ഫയാസിന്റെ മൊഴിപ്രകാരം കേസെടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം പറയാം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.
മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നു. 5 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 493 പേർക്ക് ഡെങ്കിപ്പനിയും 158 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 69 പേർക്ക് എലിപ്പനിയും 64 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയും 21 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും 6 വെസ്റ്റ് നൈൽ കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 ദിവസത്തിനിടെ 57,830 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഇതിൽ ഇന്നലെ മാത്രം 11,438 പേർ ചികിത്സ തേടി. ജമ്മുകാശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ കരസേനാ ജവാന് വീരമൃത്യു. സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രദേശത്ത് 3 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചനയുണ്ട്. വിവരത്തെ തുടർന്ന് CRPFും സൈന്യവും ലോക്കൽ പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത്. നീറ്റ് UG പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് മാറ്റിവെച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. കൌൺസിലിംഗ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിക്ക് മുൻപാകെ വീണ്ടും ഹർജികൾ വന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീംകോടതി മറ്റന്നാൾ പരിഗണിക്കും. കൌൺസിലിംഗ് മാറ്റിവെച്ച തീരുമാനത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് BJPയും RSSും സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിമർശിച്ചു. പരീക്ഷ വീണ്ടും നടത്തേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. BSP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ കീഴടങ്ങി. അർക്കോട് സുരേഷ് എന്ന ഗുണ്ടയെ കൊന്നതിന്റെ പകവീട്ടാനാണ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസിന് മുന്നിൽ കീഴടങ്ങിയവർ യഥാർത്ഥ പ്രതികളല്ലെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 10 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചെന്നൈ പെരമ്പൂരിലെ സദേപ്പൻ സ്ട്രീറ്റിലുള്ള ആംസ്ട്രോങ്ങിന്റെ വീടിന് സമീപത്ത് വെച്ച് ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ 6 അംഗ സംഘമാണ് ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഹാത്രസ് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് തുടങ്ങി. ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ കമ്മീഷൻ അപകട സ്ഥലം സന്ദർശിച്ചു. കേസിലെ മുഖ്യപ്രതി ദേവപ്രകാശ് മധുകറിനെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് ഇയാളെ ഡൽഹിയിൽ നിന്ന് UP പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വാർത്താ ഏജൻസിയോട് പ്രതികരിച്ച് സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ബോലെബാബിയും രംഗത്ത് വന്നു. ബോലെബാബിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് UP പോലീസ് ആവർത്തിക്കുന്നതിനിടെയായിരുന്നു പ്രതികരണം. സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് വിശ്വാസമുണ്ടെന്നും ബോലെബാബ പറഞ്ഞു. नारायण साकार हर की संपूर्ण ब्रह्मांड में सदा सदा के लिए जय जयकार। हम 2 जुलाई की घटना के बाद बहुत ही അസം അടക്കം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. അസമിൽ 30 ജില്ലകളിലായി 24.5 ലക്ഷം പേരെ പ്രളയം ബാധിച്ചു. പലയിടത്തും നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ധുബ്രി ജില്ലയിലാണ് സ്ഥിതി ഗുരുതരമായിട്ടുള്ളത്. സംസ്ഥാനത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. കാസിരംഗ വന്യജീവി സങ്കേതത്തിലെ 77 മൃഗങ്ങൾ ചത്തു. അരുണാചൽ പ്രദേശിലും സ്ഥിതി സമാനമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ പരിപാടിക്കിടെ സദസ്സിൽ നിന്ന് കോവിവിളി. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു കൂവൽ. തീരദേശ മേഖലയെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച സർക്കാർ എന്ന് പറഞ്ഞപ്പോഴും കൂവലുണ്ടായി. ആദ്യം മന്ത്രി തന്നെ കൂവിയ ആളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും കൂവൽ തുടർന്നതോടെ പ്രവർത്തകർ ഹാളിൽ നിന്ന് ഇയാളെ ബലമായി പുറത്തിറക്കി. കൂവിയ ആൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് CPM പ്രവർത്തകർ പറയും. നല്ല മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇതാ പ്രശ്നം നമ്മുടെ നാട്ടിൽ. കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ നടന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കസേര മാറ്റം. വേദിയിലെ ആഡംബര കസേര ഉപേക്ഷിച്ച് സാധാരണ പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നാണ് കേന്ദ്രമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത്. ഒടുവിൽ വേദിയിലെ ആഡംബര കസേരകളിൽ സ്കൂളുകളിലെ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരെ ഇരുത്താനും കേന്ദ്രമന്ത്രി മറന്നില്ല. PPCLന്റെ സ്വച്ഛതാ മിഷൻ പരിപാടിയായിരുന്നു വേദി.
ഉദ്ഘാടന യോഗം ആരംഭിക്കാനൊരുങ്ങവേ അറിയിപ്പ് വന്നു. കേന്ദ്രമന്ത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കസേര മാറ്റണം. ആഡംബര കസേരയുടെ സ്ഥാനത്ത് കേന്ദ്രമന്ത്രിക്കായി സാധാരണ പ്ലാസ്റ്റിക് കസേര. എംഎൽഎയും കളക്ടറും അടക്കമുള്ളവർ പഴയ കസേരകളിലും. പരിപാടിയുടെ ഇടയ്ക്ക് MK രാഘവൻ MP പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കാൻ ഒന്ന് ശ്രമം നടത്തി നോക്കി. പക്ഷേ കേന്ദ്രമന്ത്രി അനുവദിച്ചില്ല. നടുവേദനയെന്ന് ആംഗ്യം കാട്ടുന്നുമുണ്ടായിരുന്നു. ചടങ്ങ് അവസാനിക്കാറായതോടെ വീണ്ടും സർപ്രൈസ്. സ്കൂളിലെ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരെ അതിഥികളുടെ കസേരയിൽ ഇരുത്തിയ ശേഷമാണ് താരം മടങ്ങിയത്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ SFI നിലനിർത്തി. തെരഞ്ഞെടുപ്പ് നടന്ന 8 സ്ഥാനങ്ങളിലും SFI വിജയിച്ചു. വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് SFI എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം പോലീസ് ഉപേക്ഷിച്ചു. യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് സംഘം മടങ്ങിയത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ പള്ളി പിടിച്ചെടുക്കാൻ പോലീസിന്റെ വൻ സന്നാഹം എത്തുകയായിരുന്നു. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹമാണ് പള്ളി പിടിച്ചെടുക്കാൻ എത്തിയത്. എന്നാൽ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉദ്യമത്തിൽ നിന്നും പോലീസ് പിന്തിരികയായിരുന്നു. ഈ സമയത്ത് അതായത് കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പോലീസിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടക്കാനുള്ള ശ്രമം കുട്ടികളെ മുൻനിർത്തി വിശ്വാസികൾ തടഞ്ഞതോടെ പോലീസ് അതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുളിന്താനം പള്ളിയിലും പോലീസ് എത്തുകയുണ്ടായി. എന്നാൽ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം കോടതി വിധി നടപ്പാക്കുന്നതെന്നും പോലീസ് പിന്തിരിഞ്ഞിരിക്കുകയാണ്. കുറെ നാളുകളായി യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും യാക്കോബായ വിഭാഗക്കാരും ഓർത്തഡോക്സ് വിഭാഗക്കാരും സർക്കാർ പൂർണ്ണമായും അതായത് അന്ധമായി സഭയെ പിന്തുണയ്ക്കുന്നെന്ന ആരോപണവുമായി ഇരു സഭകളും രംഗത്തെത്തിയുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുന്നതും. എന്നിരുന്നാലും വിശ്വാസികളുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഒരു തർക്കത്തെ തുടർന്ന് പള്ളി ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് കണക്കിലെടുത്ത് തന്നെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞത്. കുർബാന ഏകീകരണ വിഷയത്തിൽ സഭാ അനുകൂലികൾ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. MTN സംഘടനയുടെ നേതൃത്വത്തിലാണ് 100ഓളം വരുന്ന വിശ്വാസികളുടെ പ്രതിഷേധം നടന്നത്. ഏകീകരണ കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സെന്റ് തോമസ് മൌണ്ട് ഉപരോധിച്ചത്. കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സഭാ നേതൃത്വം ഉറപ്പു നൽകിയതായി മാർത്തോമാ നസ്രാണി സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. CSI സഭയുടെ ഇരുപക്ഷവും നാളെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന പ്രതിഷേധ റാലികൾക്ക് വിലക്ക്. CSI സഭ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ തർക്കത്തിൽ ഇടപെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഉത്തരവിട്ടത്. റാലിക്കും പ്രതിഷേധ സംഗമത്തിനും അനുമതിയില്ല. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ വ്യക്തമാക്കി. ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറിനെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെ എതിർകക്ഷികൾ സമർപ്പിച്ച അപേക്ഷയിലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നടപടി. തൃശൂരിൽ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. തളിക്കുളം അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ അമലിനെയാണ് കാണാതായത്. നീലഗിരി കൂനൂർ സ്വദേശിയാണ് അമൽ. ഊട്ടിയിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം എത്തിയതായിരുന്നു. എറണാകുളം ജില്ലയിലെ കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടിടത്തും പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് കണ്ണമാലിയിൽ ഈ മാസം 21 വരെ പ്രത്യക്ഷ സമരം നിർത്തിവെച്ചു. എന്നാൽ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ച് വൈപ്പിൻ എടവനക്കാട്ട് വീണ്ടും സമരം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടവനക്കാട്ടെ ദുരിതബാധിത മേഖല സന്ദർശിച്ചു.
കൊച്ചിയുടെ തീരമേഖലകൾ വളരെ കനത്ത നാശനഷ്ടമാണ് കടലാക്രമണം മൂലമുണ്ടാകുന്നത്. കണ്ണമാലിയിലും വൈപ്പിലും എല്ലാം തന്നെ സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ്. എടവനക്കാട് വീണ്ടും കടൽക്ഷോഭമുണ്ടാകുന്നു. ഇന്ന് എടവനക്കാട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിച്ചു. വി.ഡി. സതീശനും ഹൈബീഡൻ എം.പി അടക്കമുള്ള സംഘമാണ് ഇന്ന് സന്ദർശിക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയും ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് ബോധ്യപ്പെടുത്തുക, അത് നിയമസഭയിൽ ഉന്നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. അദ്ദേഹം രാവിലെ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലയിലെ റോഡുകൾ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുകയാണ്. ഈ റോഡുകളുടെ എല്ലാം തന്നെ അവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവിടെ തകർന്ന വീടുകൾ, ആളൊഴിഞ്ഞു പോയ സ്ഥലങ്ങൾ, ഇവിടങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് പരാതി പറയുന്നതിന് വേണ്ടി തന്നെ ഇവിടെ കാത്തുന്നവരെല്ലാം പ്രതികരണങ്ങൾ വളരെ വൈകാരികമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അതിന്റെ ഒരു നേർചിത്രം തന്നെയാണ് പ്രതിപക്ഷ നേതാവിനോട് അവർ സംസാരിക്കുകയും ചെയ്തത്. നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നില്ല. അതല്ല, ആ 10 ലക്ഷം ബില്ലുകൾ കിട്ടുന്ന ആ 5 50 ലക്ഷം രൂപയുടെ അതുകൊണ്ട് വളം ശരിക്കുന്നവർ കാശ് വേണ്ട. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് ജിയോ ബാഗ് ഇടുന്നത് മാത്രമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ജിയോ ബാഗുകൾ കൊണ്ട് കടൽ ഭിത്തി അധിക കാലം നിലനിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കാര്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീരദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അവരുടെ വീടിനകത്താണ് വെള്ളം. വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു. ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ്. എനിക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്. പൊതുവിൽ സർക്കാരും അതോടൊപ്പം തന്നെ സിപിഎം ജില്ലാ നേതൃത്വവും പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കൊണ്ടും സഹകരണത്തോടുകൂടി മാത്രം ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയുണ്ട്. അതുകൊണ്ട് MP കൂടി ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ എന്ത് പ്രൊജക്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ട് നാളിതുവരെയായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള ഒരു നിർദ്ദേശം പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് ഹൈബീഡൻ MP പറഞ്ഞു. NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചോദ്യോത്തര വേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ പുതിയ സെഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, 17ാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും തീരദേശവാസികളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. കാരണം ഇതിൽ അടിയന്തരമായ നടപടികൾ ആരും തന്നെയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ശാശ്വതമായ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുമെന്ന് ആർക്കും തന്നെയും ഒരു വിശ്വാസവുമില്ല. ജിയോ ബാഗ് എന്ന പതിവ് താൽക്കാലിക സമ്പ്രദായങ്ങൾക്ക് തിരമാലകളെ തടുത്തു നിർത്താനും കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, തീരദേശ മേഖലകൾ, കൊച്ചിയുടെ തീരദേശ മേഖലകളിൽ ഇനിയും സമരത്തിന്റെ വേലിയേറ്റമായിരിക്കും എന്ന് അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് മറ്റ് വഴികളില്ലാതായിരിക്കുന്നു. പ്രതിഷേധം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. വൈപ്പിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൊച്ചിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഫോർട്ട് കൊച്ചി ബീച്ച് പൂർണ്ണമായും കടലെടുത്തു. മഴക്കാലം ശക്തമായതോടെ ഈ മേഖലയിൽ കടലാക്രമണവും രൂക്ഷമായി. ഫോർട്ട് കൊച്ചി കാണാനെത്തുന്ന പലർക്കും ഇക്കുറി നിരാശയാണ് ഫലം. ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന വിദേശീയരും തദ്ദേശീയരുമായ ടൂറിസ്റ്റുകൾ ആദ്യം അന്വേഷിക്കുക ബീച്ചാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്ന് കാണിച്ചു കൊടുക്കാനില്ല. കഴിഞ്ഞ കുറേ നാളായി ഫോർട്ട് കൊച്ചി ബീച്ച് എന്നത് വന്നും പോയും ഇരിക്കുന്ന പ്രതിഭാസമാണ്. ഇടയ്ക്ക് തെളിയും, പിന്നെ കടൽ തന്നെ മൂടും. കാലവർഷം ശക്തമാകുമ്പോൾ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അധികമൊന്നും കാണാനില്ലാത്ത അവസ്ഥയാണ്. വന്നപ്പോ ബീച്ചില്ല എന്നൊരു ബീച്ചില്ലെങ്കിലും മഴക്കാലത്തിന്റെ കാഴ്ചകൾ തീരത്ത് അവശേഷിക്കുന്നുണ്ട്. മഴ കൊണ്ട് നനഞ്ഞ മരങ്ങളും നടപ്പാതയും
ആർത്തലയ്ക്കുന്ന കടലും ചിലർക്കെങ്കിലും പുതിയ അനുഭൂതികൾ നൽകുന്നുണ്ട്. മഴക്കാല ടൂറിസം എന്ന് പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ബീച്ച് തിരിച്ചു വന്നാലേ ഫോർട്ട് കൊച്ചി പഴയ ഫോർട്ട് കൊച്ചിയാകൂ. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ആദ്യ മദർഷിപ്പ് ഈ മാസം 12-ന് തുറമുഖത്തെത്തും. കപ്പലിന് വൻ സ്വീകരണം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങി. ഡിസംബറോടെ ആദ്യഘട്ട കമ്മീഷനിംഗ് പൂർത്തിയാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. ആദ്യ ചരക്കു കപ്പലിന്റെ വരവ് ആഘോഷമാക്കാനാണ് സർക്കാർ തീരുമാനം. ചടങ്ങ് വിപുലമായി ആഘോഷിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും ചടങ്ങിനെത്തും. മുദ്ര തുറമുഖത്തെ ചരക്ക് കപ്പലാണ് ട്രയൽ റണ്ണിനായി എത്തിക്കുന്നത്. ഇതിനായി ചരക്ക് കപ്പൽ അവിടെ നിന്ന് ഉടൻ പുറപ്പെടും. ആദ്യഘട്ടത്തിൽ ചരക്കു നീക്കം കടൽ വഴിയായിരിക്കും. റോഡ് നിർമ്മാണം പൂർണ്ണമാകുന്ന മുറയ്ക്ക് മാത്രമേ പൂർണ്ണതോതിൽ പ്രവർത്തനം നടക്കൂ. റിംഗ് റോഡിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങി. റെയിൽവേ കണക്ടിവിറ്റിക്ക് അനുമതിയായി. ഈ വർഷം അവസാനം ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം ട്രയൽ റൺ നടക്കും എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. തുടർന്ന് ഈ വർഷം തന്നെ നമ്മുടെ പോർട്ട് കമ്മീഷൻ ചെയ്യാൻ കഴിയും. നമുക്ക് എത്തിച്ചേരുന്ന ഷിപ്പിൽ നിന്ന് ഏതാണ്ട് 1500ഓളം കണ്ടെയ്നറാണ് വരുന്നത്. ഇവിടെ ഇറക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ പോർട്ട് സജ്ജമായി. അതിനാവശ്യമായ ക്രെയിൻ 32 എണ്ണമായിരുന്നു ചൈനയിൽ നിന്ന് വരേണ്ടത്. 31 ക്രെയിനും എത്തിച്ചേർന്നു. നമുക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം എന്ന രൂപത്തിൽ കണ്ടെയ്നർ ബെർത്ത് 800 മീറ്റർ തീർന്നിട്ടുണ്ട്. അത് 400 മീറ്റർ സജ്ജമായി ഇറക്കാൻ തക്കരുത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിലവിൽ മാരിടൈം ലോഡിൻ്റെ കീഴിൽ തന്നെ 17ഓളം പോർട്ടുണ്ട്. വിഴിഞ്ഞവും കൊല്ലവും ബേപ്പൂരും അഴീക്കലുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ചരക്ക് ഗതാഗതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം സംജാതമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖ പ്രവർത്തനം സജ്ജമായി കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി 32 ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു. രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്തതാണെന്നത് വിഴിഞ്ഞത്തിന്റെ ആകർഷണമാകും. മാത്രമല്ല 24 മീറ്റർ സ്വാഭാവിക ആഴമുണ്ടെന്നതും 800 മീറ്റർ ബെർത്താണ് സജ്ജമാക്കുന്നതെന്നതും പ്രത്യേകതയാണ്. കാത്തിരിപ്പിന് അങ്ങനെ വിരാമമാവുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഈ മാസം 12-ന് തന്നെ ട്രയൽ റൺ നടക്കും. തുറമുഖം ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്ത് നൽകാനാകുമെന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം NG മുതുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. KSRTCക്ക് സർക്കാർ സഹായമായി 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസം അവസാനം 20 കോടി രൂപ നൽകിയിരുന്നു. ഇപ്പോൾ പ്രതിമാസം 50 കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട്. ഇതുവരെ 5747 കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറിയതായും KN ബാലഗോപാൽ അറിയിച്ചു. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ടാറിങ്ങിനെത്തിയ വാഹനം തകരാറിലായി. റോഡിന് കുറുകെ വണ്ടി കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിനോദസഞ്ചാരികളും KSRTC ബസ്സും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അമ്പലപ്പാറ ഭാഗത്താണ് സംഭവം. തൃശൂർ വെള്ളിക്കുളങ്ങര കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. കാരിക്കുളം സ്വദേശി മൊയ്തീന്റെ വീട്ടുവളപ്പിലെ കൃഷി നശിപ്പിച്ച കാട്ടാന സെപ്റ്റിക് ടാങ്കും സംരക്ഷണ ഭിത്തിയും തകർത്തു. പുലർച്ചെയായിരുന്നു ആക്രമണം. കമൽഹാസന്റെ ഇന്ത്യൻ 2 സിനിമയ്ക്കെതിരെ പരാതി. ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തു എന്നതാണ് പരാതി. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൌണ്ടേഷനാണ് നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പാലായിലുള്ള മഹാത്മാഗാന്ധി ഫൗണ്ടേഷനാണ് ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGPക്കും സെൻസർ ബോർഡിനും പ്രാദേശിക സെൻസർ ബോർഡിനും നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ 2 സിനിമയുടെ പോസ്റ്ററുകളിൽ വ്യാപകമായി ദേശീയ പതാക ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ പോസ്റ്ററുകളിൽ ദേശീയപാത ഉപയോഗിക്കുന്നത്, അതായത് പരസ്യ ആവശ്യങ്ങൾക്ക് ദേശീയപാത ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് ഫ്ലാഗ് കോഡിലടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ദേശീയ പതാക പ്രദർശിപ്പിച്ചിരിക്കുന്നിടത്ത് മറ്റെഴുത്തുകളൊന്നും പാടില്ല. ദേശീയ പതാക ഉള്ളിടത്ത് അത് പൂർണ്ണമായും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ അത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ എഴുത്തും ഒപ്പം തന്നെ കമൽഹാസന്റെ ചിത്രവുമുണ്ട് എന്നാണ് പരാതിക്കാരായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നേരത്തെയും ഇത്തരം സംഭവങ്ങളിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള ആളാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ നേതാവ് കൂടിയായ ABJ ജോസ് ഉൾപ്പെടെയുള്ളവർ. പലതരത്തിലുള്ള കേസുകളും നേരത്തെ രാഷ്ട്രപതിക്കടക്കം ഇത്തരം ദേശീയ പതാക
ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് നൽകുകയും നടപടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ആവശ്യപ്പെടുന്നത് ഈ പോസ്റ്ററുകൾ പിൻവലിച്ച് ഇതിൻ്റെ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണം, അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കണം എന്നൊരു നിലപാടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഫലത്തിൽ ഇതൊരു ദേശീയ പതാകയുടെ ദുരുപയോഗം എന്ന നിലയിലേക്ക് ഒരു വകുപ്പിലേക്ക് വരുമ്പോൾ സർക്കാരും ഒപ്പം തന്നെ സെൻസർ ബോർഡും ഒക്കെ തുടർ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. പോക്സോ കേസിൽ പ്രതിക്ക് 55 വർഷം കഠിന തടവും 2.50 ലക്ഷം പിഴയും. പഠന വൈകല്യമുള്ള 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. പത്തനംതിട്ട സീതത്തോട് ഗുരുനാഥൻ മണ്ണ് സ്വദേശി മോഹനെയാണ് പത്തനംതിട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ജ്വല്ലറിയിൽ മോഷണം. കട കുത്തിത്തുറന്ന് 250 ഗ്രാം സ്വർണവും 7 കിലോ വെള്ളിയും കവർന്നു. പിലാരത്ത് മീത്തൽ വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള പവിത്രം ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. കോട്ടയത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പിന്നോട്ട് നീങ്ങി മതിൽ തകർത്തു. കോട്ടയം ഡിപ്പോയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം. പ്രസ് ക്ലബ് കോമ്പൌണ്ടിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത്. ഡ്രൈവർ വാഹനം നിർത്തി ചായ കുടിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിൽ ടാലന്റ് ക്ലബ് ഉദ്ഘാടനവും സിനിമാ താരം ഇൻഡിവുഡ് ടാലന്റ് ക്ലബിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ വിയാൻ മംഗലശ്ശേരി നിർവഹിച്ചു. ഡയറി എഴുത്തിലൂടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുമോദനം ഏറ്റുവാങ്ങിയ 2ാം ക്ലാസ് വിദ്യാർത്ഥി സുദീപയ്ക്ക് പ്രത്യേക അഭിനന്ദനമുണ്ടായി. കുട്ടികൾക്ക് വിവിധ മേഖലകളിലെ പ്രശസ്ത വ്യക്തികളുമായി സംവദിച്ച് ആശയവിനിമയം നടത്തി അറിവിന്റെ ജാലകം തുറക്കാനുള്ള അവസരം ലഭ്യമാക്കുമെന്നും സ്വപ്നങ്ങളെ ഉൾക്കൊണ്ട് കഴിവുകൾ വികസിപ്പിക്കണമെന്നും വിയാൻ പറഞ്ഞു. വിദൂര ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിലെ കുട്ടികളുടെയും കഴിവുകൾ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇൻഡിവുഡ് ഫിലിം ക്ലബ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചെയർമാൻ സോഹൻ റോയ് അറിയിച്ചു. കാട്ടാനകളുടെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കും എന്ന ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം കാളികാവ് ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലെ താമസക്കാർ. ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്ത് വരെ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ്. ചോക്കാടൻ മലയിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ഓരോ തവണയും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പ്രദേശവാസികൾക്ക് നൽകുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും ആദിവാസി വൃദ്ധൻ വെള്ളൻ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഓട് ആന ഇളക്കി താഴെയിട്ടു. യാതൊരു വടവില്ലാത്ത രീതിയായി വാതിലൊക്കെ തുറക്കാത്ത രീതിയിൽ അങ്ങനെ ശല്യപ്പെട്ട് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇവിടെ മുറിച്ചൊരു ചക്ക ഉണ്ടേനെ, ആ ചക്ക ഇടയ്ക്ക് എടുത്ത് തിന്നാണ്. പിന്നെ തുറക്കാനൊരു വടവ് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു ശല്യമായിട്ട് തീരാണിത്. കുട്ടികളെ മക്കളൊക്കെ യാത്രയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴേ ഭയങ്കര ആനശല്യമാകുമ്പോൾ ഭയങ്കര തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം ഞങ്ങൾ എന്തിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, കാട് മുക്കാവും ചെയ്യുക. യാതൊരു മതിലിൽ കെട്ടിയിട്ട് ഒരു വടവില്ല, പുറത്തേരെ കൊണ്ട് ഇടത്ത് വെച്ചിട്ടും കാര്യമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് യാതൊരു കോലമില്ലാത്ത മാർഗം അയക്കണത്. പ്രദേശത്തെ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷി ഇനങ്ങളൊക്കെ കാട്ടാനകൾ പാടെ നശിപ്പിച്ചിരിക്കുന്നു. കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആനമതിലും വൈദ്യുതി വേലിയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തന്നെ തകർത്തിരിക്കുന്നു. വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ്. കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് ഇവിടെ. ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളിൽ ഒന്നുപോലും പ്രകാശിക്കുന്നില്ല. പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വൈകുന്നേരം ആയില്ലെങ്കിൽ പുറത്തിറങ്ങാനോ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിന് മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പാടോട് കൂടിയിട്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളത്. കുഞ്ഞു കുട്ടികളടക്കം വീട്ടിൽ മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീടിന്റെ മുന്നിലുള്ള കവുങ്ങും അതുപോലെ തന്നെ വാഴയും വന്ന് ചവിട്ടി മറിച്ച് വീടിന്റെ ഓടടക്കം ഇളക്കി മറിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ആന വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അധികാരികൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് 40 സെന്റ്. ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന 200-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വന്യജീവി ആക്രമണം തടയാൻ
ഉചിതമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ വൈകില്ല എന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 മലപ്പുറം. ബി.ആർ. അംബേദ്കർ മെഡിക്കൽ കോളേജിൽ ഭക്ഷ്യവിഷബാധ. 50ഓളം കുട്ടികൾ ആശുപത്രിയിൽ. ബാംഗ്ലൂർ കുടങ്ങോടനഹള്ളിയിൽ പ്രവർത്തിക്കുന്ന ബി.ആർ. അംബേദ്കർ മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇന്നലെ വൈകിട്ട് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവിടെ നിരവധി തവണ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ നിന്നും വിഷബാധയേറ്റിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പരാതിയുണ്ട്. തലേദിവസം മിച്ചം വന്ന പഴകിയ മുട്ടക്കറി വിളമ്പിയതിൽ നിന്നുമാണ് കുട്ടികൾക്ക് വിഷബാധയേറ്റത്. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അറിയാൻ കഴിയുന്ന വിവരം എന്താണ്? കഴിഞ്ഞ ദിവസം, അതായത് ഈ മാസം 5-ാം തീയതിയാണ് ഈ ഹോസ്റ്റലിൽ, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ബാംഗ്ലൂർ കുടങ്ങോടനഹള്ളിയിൽ പ്രവർത്തിക്കുന്ന ബി.ആർ. അംബേദ്കർ മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവിടെ നിരവധി മലയാളി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 5-ാം തീയതി വൈകിട്ട് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് വിവരം. 50ഓളം കുട്ടികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിരവധി തവണ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഈ കോളേജില് വിമൻസ് ഹോസ്റ്റലിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളിൽ 50 മലയാളികൾ നിലവിൽ ആശുപത്രിയിലുണ്ട്. ഈ കുട്ടികളിൽ നിന്നും കനത്ത മെസ് ഫീസ് വാങ്ങിയ ശേഷം മോശമായ ഭക്ഷണവും ഭക്ഷ്യോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെ വിളമ്പുന്നുവെന്ന പരാതിയാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഈ തലേ ദിവസം കഴിച്ച, അതായത് ഇന്നലെ കഴിച്ച മുട്ട അത് പഴകിയതായിരുന്നു. ആ മുട്ടക്കറിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് രക്ഷിതാക്കളും കുട്ടികളും പരാതി. ഇപ്പോൾ നമുക്കൊപ്പം അവിടെ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ പിതാവ് മാർട്ടിൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മാർട്ടിൻ, മകൾ ഭക്ഷ്യവിഷബാധ ഏറ്റ കുട്ടികളിൽ ഉൾപ്പെടുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്? തുടർ സംഭവമാണ് ആ കോളേജിൽ ഈ ഭക്ഷ്യവിഷബാധയുണ്ടാകുന്ന സംഭവം തുടർക്കഥയാണ് എന്ന വിവരവും വരുന്നുണ്ട്. ഇക്കാര്യം മകൾ പറഞ്ഞിട്ടുണ്ടോ? ടോം, ആ ഫോൺ കട്ടായിരിക്കുന്നു. ടോം പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. ഇതിനു മുൻപും സമാനമായ രീതിയിൽ കോളേജിലെ വിമൻസ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരോപണം ഉന്നയിക്കുന്നത്. ഇത് പലപ്പോഴും അവർ ഈ മെസ് അധികൃതരെയും കോളേജ് അധികൃതരെയും ഇത് സംബന്ധിച്ച് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പതിവായി അവിടുത്തെ ഭക്ഷണം, ഹോസ്റ്റലിലെ ഭക്ഷണം മോശമാണെന്ന പരാതിയാണ് ഇവർ പറയുന്നത്. ഇത് തുടർച്ചയായി ഇത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഈ ആശുപത്രിയിൽ ചികിത്സയുള്ള 50 കുട്ടികൾ, 50ഓളം പേർ മലയാളികളാണ്. ഇതിൽ ഏതാനും പേരുടെ നില അല്പം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ വിവരം അറിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുമുണ്ട്. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖ സ്റ്റീൽ നിർമ്മാതാക്കളായ കൈരളി TMTയുടെ ചെയർമാൻ ആൻഡ് MD ഡോക്ടർ കള്ളിയത്ത് അബ്ദുൽ ഗഫൂർ അന്തരിച്ചു. മൃതദേഹം തിരൂർ പുതിയങ്ങാടി പള്ളിയിൽ ഖബറടക്കി. അസിയ വേങ്ങാടാണ് ഭാര്യ. ഹുമയൂൺ കള്ളിയത്ത്, ഫരീദ പഹലിഷ കള്ളിയത്ത്, മറിയം റിനു എന്നിവർ മക്കളാണ്. യാസ്മിൻ മേത്തർ, ഡോക്ടർ അമീൻ ആസാദ്, നസീഹ ഇർഫാദ് എന്നിവരാണ് മരുമക്കൾ. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുമായി പ്രമുഖ വിദേശ നാണയ വിനിമയ സ്ഥാപനം യുണിമണി ഫിനാൻഷ്യൽ സർവീസസ്. പദ്ധതി യുണിമണി ഫിനാൻഷ്യൽ സർവീസസ് CEO CA കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ആദ്യ സീസൺ യുണിമണി 2023 ജനുവരിയിലാണ് തുടങ്ങിയത്. ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് 5 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഗോൾഡ് ബുള്ളിയൻ ഷോറൂം കൊല്ലം ചിന്നക്കട ബീച്ച് റോഡിലുള്ള അൽ ബാസിത്തിലും കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ അൽ വാഹിദിലും പ്രവർത്തനം തുടങ്ങി. കരുനാഗപ്പള്ളി ഷോറൂം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൌലവി, അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും CEOയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. റമദാൻ ഈദ് ബിഗ് ഓഫർ സീസൺ 21 വിജയി കരുനാഗപ്പള്ളി സ്വദേശി നവാസ് ബാബുവിന് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ഇന്നോവ ഹൈക്രോസ് കാർ സമ്മാനിച്ചു. അൽ മുക്താദിർ ഗ്രൂപ്പ് ഗ്ലോബൽ ജനറൽ മാനേജർ ഗുൽസാർ അഹമ്മദ് സേഠ്, അസിസ്റ്റന്റ് ഗ്ലോബൽ ജനറൽ മാനേജർ നാസർ അൽഹാദി, കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ്
കരമന ബയാർ എന്നിവർ പങ്കെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏത് സാങ്കേതിക വിദ്യയെയും നേരിടുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസുകൾ, ഓരോ മേഖലകളിലേക്കും തൊഴിൽ നേടുവാൻ ആവശ്യമായ ടെക്നിക്കൽ സ്കില്ലിനോടൊപ്പം സോഫിസ്റ്റിക് സ്കിൽ ട്രെയിനിങ്ങുകളും പഠന കാലയളവിൽ തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ പ്രാക്ടിക്കൽ ക്ലാസുകളും ഇവിടെ നൽകുന്നുണ്ട്. ഓരോ വർഷവും 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് കോഴ്സ് പൂർത്തിയാക്കി ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ കരസ്ഥമാക്കുന്നത്. യൂറോ കപ്പ് സെമി ഫൈനൽ ലൈനപ്പിനെ നാളെ അറിയാം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ മറികടന്നാണ് ഫ്രാൻസ് സെമിയിൽ കടന്നത്. ഇന്ന് നടക്കുന്ന ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് മത്സരത്തിലെ വിജയിയും രാത്രി 12:30 നടക്കുന്ന നെതർലൻഡ് തുർക്കി മത്സരത്തിലെ വിജയിയും രണ്ടാം സെമിയിൽ നേരിടും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,765 രൂപ, പവന് 54,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,620 രൂപ, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.